ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനപ്പൂവിൻ്റെ ഇന്നത്തെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ അമ്പലത്തിലൊക്കെ തൊഴുത് ഇറങ്ങിയതിന് ശേഷം സച്ചിൻ രേവതി നേരെ പോകുന്ന റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ. പോകുന്ന വഴി സച്ചി രേവതിയോടായിട്ട് പറയുന്നുണ്ട്, എന്ത് മുടിഞ്ഞ് വെയിറ്റ് ആയിട്ട് നിനക്ക്, ബാക്കിയുള്ളവൻ്റെ കൈ ആകെ തളർന്നു പോയി, ഒന്ന് വണ്ടി ഓടിക്കാൻ പോലും പറ്റുന്നില്ല എന്നൊക്കെ പറയാണ്. ഈ സമയത്ത് രേവതി പറയുന്നുണ്ട്, പിന്നെ വണ്ടി ഓടിക്കാൻ എന്തായാലും ഞങ്ങൾ പെണ്ണുങ്ങൾ ചെയ്യുന്ന അത്ര വീട്ടുപണിയാണ് നിങ്ങൾ ചെയ്യുന്നില്ല. നിങ്ങൾ ആകെ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട് ഇരിക്കുന്ന ഈ റൗണ്ട് സാധനത്തിലായിട്ട് തിരിക്കണം, അത്രയേ ഉള്ളൂ. ഞങ്ങൾ പെണ്ണുങ്ങൾ ഒരു 10-100 പണിയെങ്കിലും ഒരു ദിവസം തന്നെ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് രേവതി വാദിക്കുകയാണ്. രേവതി പറയുന്നതിന് സച്ചി നല്ല മറുപടി പറയുന്നുണ്ടെങ്കിലും രേവതിയുടെ പ്രതികരണത്തിന് മുന്നിൽ സച്ചി അവസാനം തോറ്റു പോവുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്ന ശ്രീകാന്തിനെയും വർഷയാണ് കേട്ടോ. ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് റെസ്റ്റോറൻറ്റിൽ തന്നെയാണ് സച്ചിയും രേവതി എത്തുന്നത്. ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നതിന് തൊട്ട് മുന്നേ തന്നെ സച്ചി ശ്രീകാന്തിനെ കാണുകയും വേഗം തന്നെ രേവതിയോട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് വിളിച്ചുകൊണ്ട് പോവുകയും ചെയ്യാണ്. എന്താണെന്ന് കാരണം എന്നറിയാതെ രേവതി നോക്കുന്ന സമയത്ത് ശ്രീകാന്തിനെ കാണുകയും സത്യമായി തന്നെ അവിടെ നിൽക്കുകയും ചെയ്യാണ് കേട്ടോ. ശ്രീകാന്ത് വർഷയോട് വർത്തമാനം പറഞ്ഞതിന് ശേഷം ഒന്ന് തലതിരിച്ച് നോക്കുന്ന സമയത്ത് രേവതിയെ കാണുകയും രേവതിയുടെ അടുത്തേക്ക് ഓടി വരികയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഏട്ടൻ എന്ത് ഏട്ടത്തി എന്ന് ചോദിക്കുന്ന സമയത്ത് രേവതി വേഗം പുറത്തേക്ക് നോക്കുകയാണ് കേട്ടോ. പുറത്തേക്ക് പോകുന്ന സച്ചിയെ കാണുമ്പോഴത്തേക്ക് ശ്രീകാന്ത് പിന്നാലെ ചെന്നിട്ട് പിടിച്ചു നിർത്തി, ഏട്ടാ ഞാൻ ഏട്ടനെ കാണാൻ കാത്തിരിക്കുകയായിരുന്നു, എത്ര നാളായി കണ്ടിട്ട് എന്നൊക്കെ ചോദിച്ച് വിശേഷങ്ങൾ ചോദിക്കുന്നുണ്ട്. എന്നാൽ ശ്രീകാന്തിൻ്റെ ഈ സ്നേഹപ്രകടനമൊന്നും സച്ചിക്ക് തീരെ പിടിക്കുന്നില്ല കേട്ടോ. നീ കാരണം അച്ഛൻ ഹോസ്പിറ്റലിൽ കിടന്നത്, എനിക്ക് കുടുംബത്തിനോട് യാതൊരുവിധ സ്നേഹവും ഇല്ല എന്നൊക്കെ സച്ചി പറയുമ്പോഴത്തേക്കും ശ്രീകാന്തിന് അതാകെ വിഷമാകുന്നുണ്ട്. ശ്രീകാന്ത് പറയാണ്, ഏട്ടനെന്ത് എങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, ഏട്ടൻ അങ്ങനെയൊന്നും പറയല്ലേ ഏട്ടാ, ഏട്ടൻ്റെ അനിയനല്ലേ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയെ കെട്ടിപ്പിടിക്കാനായിട്ട് ചെല്ലാനുണ്ടോ. വേഗം തന്നെ സച്ചി, എന്ത് എനിക്കിങ്ങനെ ഒരു അനിയനില്ല എന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിനെ തള്ളുവാണ് കേട്ടോ. ഈ സമയം വർഷയാണ് ശ്രീകാന്തിനെ താങ്ങിപ്പിടിക്കുന്നത്. അതിനുശേഷം വർഷ, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്, നിങ്ങളോട് സംസാരിക്കാനുള്ള സ്നേഹത്താലല്ലേ ശ്രീകാന്ത് ഓടി വന്നത് എന്നൊക്കെ സച്ചിയോട് ചോദിക്കുന്നുണ്ട്. എന്നാൽ വർഷയുടെ പെരുമാറ്റം സച്ചിക്ക് തീരെ പിടിക്കുന്നില്ലേ. സച്ചി നല്ല രീതിയിൽ തന്നെ വർഷയോട് പ്രതികരിക്കുന്നുണ്ട്. വർഷയും വിട്ടുകൊടുക്കുന്നില്ല. വർഷ പറയുന്നുണ്ട്, നിങ്ങൾക്ക് മാനേഴ്സായിട്ട് സംസാരിക്കാൻ അറിയില്ലേ. ഇതിനിടയിൽ രേവതി ഇരുവരോടുമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ കാരണം എൻ്റെ സച്ചിയെ വിവാഹബന്ധം പോലും വേർപ്പെടുന്ന അവസ്ഥ വന്നതാണ്, ഇതൊന്നും നിങ്ങൾക്ക് അറിയണ്ടല്ലോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രേവതി പറയുന്ന സമയത്ത് രേവതി തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള സത്യം വർഷ സച്ചിയോട് തുറന്നു പറയാൻ ശ്രമിക്കുന്ന സമയത്ത് വർഷയോടെ ആയിട്ട് സച്ചി പറയുന്നുണ്ട്, മിണ്ടിപ്പോകരുത് നീ, എനിക്ക് നിന്നോട് മിണ്ടാൻ താല്പര്യമില്ല, നീ നിന്നെ കാണുന്നതേ ദേഷ്യമാണ് എന്നൊക്കെ സച്ചി പറയുമ്പോഴത്തേക്ക് ശ്രീകാന്ത് പറയുന്നുണ്ട്, ഏട്ടാ ഏട്ടൻ എന്നോട് എന്തെങ്കിലും പറയാണെങ്കിൽ പറഞ്ഞു, പക്ഷേ വർഷയോടൊന്നും പറയരുത് എന്ന് പറഞ്ഞിട്ട് തടഞ്ഞു നിർത്താണ് കേട്ടോ. വേഗം തന്നെ സച്ചി പറയുന്നുണ്ട്, ഓ അവന് കുടുംബത്തോടുള്ള സ്നേഹത്തേലും കൂടുതൽ ഈ പെണ്ണിനോടാണല്ലേ, നീ നിന്റെ പാട്ടിന് പോടാ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ശ്രീകാന്തിനെ തള്ളി പറയുന്നത് വർഷയ്ക്ക് ഒട്ടും പിടിക്കുന്നില്ല. വർഷ വീണ്ടും വീണ്ടും സച്ചി കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ്. രേവതിയും സച്ചി പറഞ്ഞതിനോട് ന്യായീകരിച്ച് സംസാരിക്കുകയാണ്. അവസാനം പോകുന്ന സമയത്ത് സച്ചി പറയുന്നുണ്ട്, നിന്നെ എൻ്റെ കൺമുന്നിൽ കണ്ടുപോകുന്നതാണ് ഞാൻ വിചാരിച്ചത്, കണ്ടു, ഇനി നീ എൻ്റെ കൺമുന്നിലേക്ക് വന്നാൽ ഉറപ്പായിട്ട് നിന്റെ കൈയും കാലും ഞാൻ തല്ലി ഓടിക്കും എന്ന് സച്ചി ശ്രീകാന്തിനോട് അവിടെ പറയുകയാണെ. അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം വണ്ടിയിൽ ഇരുന്നുകൊണ്ട് ശ്രീകാന്തിനെ വർഷയെ റെസ്റ്റോറൻറ്റിൽ കണ്ടതിൻ്റെ ദേഷ്യം അടക്കാനാകാതെ ഓരോന്ന് പിച്ചും പേയൊക്കെ പറയാണ് കേട്ടോ സച്ചി. അപ്പോൾ ആ സമയത്ത് രേവതി പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യും, വണ്ടി നിർത്തിയിട്ട് നിങ്ങൾ പുറത്തിറങ്ങി കുറച്ച് നേരം തനിയെ സംസാരിക്കും, അപ്പോൾ എല്ലാം നിങ്ങളുടെ പ്രശ്നം തീരുമല്ലോ, ദേഷ്യം ഒന്ന് കെട്ടടങ്ങും എന്ന് രേവതി പറയുകയാണെ. നടുറോട്ടിൽ തന്നെ വർത്തമാനം പറയാൻ എനിക്ക് പ്രാന്തല്ലേ, ഒന്ന് പോയി എൻ്റെ രേവതി, എനിക്ക് ആകെ ദേഷ്യം വന്നിരിക്കുകയാണ് കേട്ടോ എന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. ആ സമയത്ത് രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ നിങ്ങൾ നിങ്ങളുടെ ദേഷ്യം നടക്ക്, നിങ്ങൾ ശാന്താവ് എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുമ്പോഴത്തേക്കും, ഉപദേശം എനിക്കിഷ്ടമല്ല, നീ നിന്റെ വായടച്ചിട്ട് മിണ്ടായിരിക്കാവോ എന്നൊക്കെ രേവതിയോടായിട്ട് പറയാണ്. പോകുന്ന വഴിയിൽ തനിക്ക് വിശക്കുന്നു എന്ന കാര്യം കൂടി സച്ചി പറയുമ്പോഴത്തേക്കും, നേരെ വീട്ടിലേക്ക് വിട്ടോ, ഇന്ന് റെസ്റ്റോറൻറ്റിലൊന്നും പോകണ്ട, വീട്ടിൽ ചെന്ന് കഞ്ഞിയിൽ കുറച്ച് മോരും ചമ്മന്തിയും കഴിച്ച് നിങ്ങൾക്ക് ഭക്ഷണം തരാം എന്നും പറഞ്ഞുകൊണ്ട് രേവതി സച്ചി നേരെ പോകുന്ന വീട്ടിലേക്കാണ് കേട്ടോ. ഇതേ സമയം വീട്ടിലാകട്ടെ ചന്ദ്രയും ഭാമയും കൂടെ ഏത് രീതിക്ക് ശ്രീകാന്തിനെ വീട്ടിലേക്ക് കൊണ്ടുവരണമെന്നുള്ള പ്ലാനിങ് നടത്തുകയാണ് കേട്ടോ. സച്ചിയും രവിയേട്ടനും ഒരു രീതിക്ക് അടുക്കുന്നില്ല എന്നൊക്കെ ചന്ദ്ര പറയുന്ന സമയത്ത് ഭാമ പറയുന്നുണ്ട്, നീ സംസാരിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനും തീരുമാനമാവും ചന്ദ്ര എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവസാനം ചന്ദ്ര പറയുന്നുണ്ട്, രവിയേട്ടൻ പറയുന്നുണ്ട്, നീ ഒന്ന് സംസാരിക്കും ഭാമ എന്ന് പറയാണ് കേട്ടോ. ഭാമയെ കാണുമ്പോഴത്തേക്കും ഭാമ എപ്പോഴാണ് വന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രവി വിശേഷങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. വിശേഷങ്ങൾക്കിടയിൽ ഭാമ ശ്രീകാന്തിനെ വീട്ടിലേക്ക് വിളിക്കണ്ടേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അമ്പിനും വില്ലിനെ അടുക്കാൻ നിൽക്കുകയാണ് കേട്ടോ. ഇപ്പോൾ തന്നെ അടങ്ങാത്ത ദേഷ്യത്തിലാണ് കേട്ടോ രവി ഉള്ളത്. എന്നിരുന്നാലും ഏത് രീതിയിൽ ശ്രീകാന്തിനെ വർഷയും കൂട്ടിക്കൊണ്ടു വരണം എന്ന രീതിയിൽ രവീന്ദ്രനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ചന്ദ്രയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.